ഹലോ വെൽക്കം ടു ചിത്താവി ഡിലൈറ്റ്സ്. നമ്മൾ ഇന്നൊരു ന്യൂഡ് പിങ്ക് കോംബോ ഉള്ള ഒരു മാക്കിൻ്റെ ഒരു ലിപ്സ്റ്റിക്കും അതിൻ്റെ കൂട്ടത്തിൽ ഒരു റെഡ് ലിപ് ലൈനറും കൂടി എങ്ങനെ വർക്ക് ആവും എന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ മാത്രമേ അപ്ലൈ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ലുക്ക് ഈ ഒരു ലിപ്സ്റ്റിക് കൊണ്ട് ഫിനിഷ് ആകുമോ എന്ന് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ഒരു റെഡ് ലിപ് ലൈനറാണ് എടുത്തിട്ടുള്ളത്. ഏത് ലിപ് ലൈനറോ ലിപ്സ്റ്റിക്കോ യൂസ് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ഏതെങ്കിലും ഒരു ലിപ് ബാം, അത് നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ലിപ് ബാം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അതിന് ശേഷം വേണം ഇഷ്ടമുള്ള ലിപ്സ്റ്റിക്കും ലിപ് ലൈനറും വരച്ചു കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഞാനിവിടെ ലിപ് ലൈനർ കൊണ്ട് തന്നെ ഈ ലിപ്സ് ഫുള്ളി ഒന്ന് കവർ ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഏത് ലിപ്സ്റ്റിക് യൂസ് ചെയ്താലും അത് കുറച്ചുകൂടി ലാസ്റ്റ് ചെയ്യുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഞാനിവിടെ മാക്കിൻ്റെ ഏത് ഷെയ്ഡാണെന്നുള്ളത് ഞാനിവിടെ എഴുതാം. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആവും. അതൊരു പിങ്ക് ന്യൂഡ് കോംബോ ആണ്. എക്സാക്ട്ലി അതൊരു പിങ്കും അല്ല, എന്നാൽ അതൊരു ന്യൂഡും അല്ലാത്തൊരു കളർ കോംബോ ആണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ലിപ്സ്റ്റിക്കും കൂടിയാണ്. അത്യാവശ്യം നമുക്ക് തിക്കായിട്ട് തന്നെ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റെഡ് ലിപ് ലൈനറോട് ചേർന്ന് നിൽക്കുമ്പം അതൊരു പിങ്കും അല്ല, റെഡും അല്ല, ന്യൂഡും അല്ലാത്തൊരു ഷെയ്ഡാണ്. ഇങ്ങനെയാണ് നമുക്കൊരു ഔട്ട്ലുക്ക് അത് കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ കിട്ടുക. ലിപ്സിനെ നന്നായിട്ട് മോയ്സ്ചറൈസ് ചെയ്യുന്നത് പോലെ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ ഇത്. ഇത് കുറച്ച് എക്സ്പെൻസീവ് ആണ്, പക്ഷേ അതുപോലെ തന്നെ ഇത് വെർത്തിട്ടാണ് താനും. ഇത് നമുക്ക് നല്ലൊരു ഫിനിഷിങ് തരുന്നുണ്ട്, മുഖത്തേക്ക് നല്ലൊരു ഗ്ലോ കൂടി കിട്ടുന്നുണ്ട്. ഇതിന് ശേഷം ഞാൻ പ്രത്യേകിച്ച് മേക്കപ്പ് ഒന്നും ചെയ്തില്ല. ജസ്റ്റ് ഒരു കാജൽ വരച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ കണ്ണിൽ വരച്ചു കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ, കാജൽ, ഈ ഒരു ലിപ്സ്റ്റിക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് വേറെ മേക്കപ്പിൻ്റെ ആവശ്യമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇതിൻ്റെ നെഗറ്റീവ് വശം എന്താണെന്ന് വെച്ചാൽ ഇത് സ്മച്ച് പ്രൂഫ് അല്ല കേട്ടോ. ഇത് ജസ്റ്റ് സ്പ്രെഡ് ആവുന്നത് പോലെ തന്നെയാണ്. അപ്പോൾ ഇത് 1-2 പ്രാവശ്യമൊക്കെ റീഅപ്ലൈ ചെയ്യാൻ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ലിപ്സ്റ്റിക് നിങ്ങൾക്ക് ഓക്കെ ആണ് കേട്ടോ. താങ്ക് യു.